മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണീശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോനാഥൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ദൗത്യമേൽപ്പിച്ച് അയക്കുകയാണ്. വിശ്വാസികളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ഒക്കെയുള്ള അധികാരം അവർക്ക് കൊടുക്കുക. അപ്പോൾ ഈശോ അവരെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഞാൻ അയക്കുന്നത് ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ ഇടയിലേക്കാണ്. നഷ്ടപ്പെട്ടവരെ തിരികെ വിളിക്കാൻ വന്നിരിക്കുന്നവനാണ് ക്രിസ്തുനാഥൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേല് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ദൈവത്തിന്റെ മക്കളാണ് ഇസ്രായേൽ മക്കള്. അവരിൽ നഷ്ടപ്പെട്ടു പോയവരെ ആദ്യം വീണ്ടെടുക്കണമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ദൗത്യം ഇതാണ്, നഷ്ടപ്പെട്ടു പോയവരെ തിരികെ പിടിക്കുക എന്നുള്ളത്. ഈശോയുടെ മക്കള്, ക്രൈസ്തവരായിട്ടുള്ളവര്, മാമുദീസ മുക്കപ്പെട്ടവര് ഒത്തിരിയേറെ പേര് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് സഭയും സമൂഹവും വൈദികരും അൽമായരുമൊക്കെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈശോയെ അറിയാത്തവരിലേക്ക് ഈശോയെ എത്തിക്കുന്നതിന് വേണ്ടി സഭ ഏറെ പ്രയത്നിക്കുന്നുണ്ട്, സഭാമക്കള് പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ സ്വന്തം മക്കളെ വീണ്ടെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വിജാതീയരുടെ ഇടയിലേക്ക് ഈശോയെ കൊടുക്കാനായിട്ട് ഇറങ്ങാനായിട്ട് എളുപ്പമുള്ള കാര്യമാണ്. ആദ്യമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അവർ ശ്രമിക്കും. പക്ഷേ നഷ്ടപ്പെട്ട സ്വന്തം വംശത്തിലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി സുവിശേഷ പ്രഘോഷണം ഈശോയെ കൊടുക്കുക അത്ര എളുപ്പമല്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇല്ലേ? ഈശോയെ അറിഞ്ഞിട്ടും ഈശോയെ വിട്ടുപേക്ഷിച്ചു പോയിട്ടുള്ളവര്, സഭയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളവര്, ചില പ്രവർത്തനങ്ങൾ സഭയിലും സമൂഹത്തിലുമൊക്കെ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചിട്ട് വിട്ടുപോയിട്ടുള്ള എത്രയോ സഭാമക്കളുണ്ട്. അവരെ തിരികെ എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈശോനാഥൻ ശിഷ്യന്മാരെ അയച്ചത് വിജാതീയരുടെ അടുത്തേക്ക് പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കാനല്ല. ഈശോ പറയുന്ന ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയവരുടെ അരികിലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. സ്വന്തം ജനത്തെ ആദ്യം വീണ്ടെടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട് എങ്കിൽ അവരെ വീണ്ടെടുക്കുക എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അവരെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സ്നേഹം നിറഞ്ഞ ജീവിതം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അവരെ ഈശോയിലേക്ക് വീണ്ടും ആകർഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം. ഈശോയെ അറിഞ്ഞിട്ടും ഈശോയെ വിട്ടുപോയിട്ടുള്ളവര് നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഉണ്ടെങ്കിൽ അവരെ വീണ്ടെടുക്കാനുള്ള വലിയ വിളി കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ സമൂഹങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈശോയെ ഇവരുടെ ജീവിതത്തെ തൊഴണമേ, ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.